5 ലക്ഷത്തിന് താഴെ കാർ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ 5 കാറുകൾ. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഹോണ്ട ജാസ് ആണ്. ഹോണ്ട ജാസിന്റെ ഒരു പ്രത്യേകത പറയാന്നുണ്ടെങ്കിൽ പല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇന്റീരിയർ സെറ്റപ്പ് ആണ് ഈ കാറിന്റെ അകത്ത് വരുന്നത്. മാത്രമല്ല ഒരു സെഡാനോട് ഇടം പഠിക്കുന്ന രീതിയിലുള്ള ഒരു വീൽ ബേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഇന്റീരിയർ കംഫർട്ട് ഇതിൽ നിന്ന് കിട്ടും. അതായത് ഇപ്പോൾ ലെഗ് റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും നല്ല രീതിയിലുള്ള സ്പേസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് ഹോണ്ട ജാസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ഒരു 1.2 ലിറ്റർ ഐവിടെക് വരുന്ന എഞ്ചിനും അതുപോലെ തന്നെ ഒരു 1.5 ലിറ്റർ ഡീസൽ ഓപ്ഷൻ ആണ് വരുന്നത്. ഡീസൽ ആകുമ്പോൾ ഏകദേശം ഒരു 20+ മൈലേജ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ ആകുമ്പോൾ ഏകദേശം ഒരു 14 to 15, 16 നമുക്ക് മൈലേജും കിട്ടും. ഇത് 2015, 16 വേരിയന്റുകളൊക്കെ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം റേഞ്ചിൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മുടെ മാരുതി സുസുക്കിയുടെ എസ്-ക്രോസ് ആണ്. അന്ന് ഇറങ്ങിയിൽ വെച്ച് ഏറ്റവും കംഫർട്ടബിൾ, ഏറ്റവും നല്ല ഇന്റീരിയർ ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം വാഹനം തന്നെയായിരുന്നു എസ്-ക്രോസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 1.3 ലിറ്റർ നമ്മുടെ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ നമ്മുടെ 1.6 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ്. വളരെ മികച്ച അല്ലെങ്കിൽ വളരെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള 2 എഞ്ചിൻ ഓപ്ഷനുകളാണ് ഇത് രണ്ടെന്ന് പറയാം. അത്യാവശ്യം നല്ല ഒരു 20+ മൈലേജ് നമുക്ക് രണ്ടെന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. 1.6 ലിറ്റർ കുറച്ച് റയർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഒരു 2015, 16, 17 വേരിയന്റുകൾ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം റേഞ്ചിൽ സ്വന്തമാക്കാൻ ചെയ്യാം. അതായത് നമ്മുടെ ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ്. വളരെ മികച്ച ഒരു കോമ്പാക്ട് SUV തന്നെയാണ് ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഹാൻഡ്ലിംഗും കംഫർട്ടും വേറെ ലെവൽ തന്നെയാണ്. നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി ശരിക്കും ഫീൽ ചെയ്യുന്നതാണ്. ഇതിൽ വരുന്ന എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് 1.5 ലിറ്റർ പെട്രോളും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ്. നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഇതിന്റെ പെട്രോൾ എഞ്ചിന് കുറച്ച് ഫ്യൂൽ എഫിഷ്യൻസി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്ന ഇതിന് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇനിയിപ്പോൾ പാർട്സിന്റെ ഇഷ്യൂസ് ആണെങ്കിലും നിലവിലത്തെ കണ്ടീഷനിൽ വലിയ രീതിയിലുള്ള പാർട്സിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് വരുന്നില്ല. ഒരു 2015, 16, 17 വേരിയന്റുകൾ നമുക്ക് ഒരു 5 ലക്ഷം റേഞ്ചിൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. ഈ റേഞ്ചിൽ ഒരു സെഡാൻ വാഹനമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. സൂപ്പർ കംഫർട്ട് അല്ലെങ്കിൽ സൂപ്പർ റിലയബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ഒരു 1.5 ലിറ്റർ ഐവിടെക് വരുന്ന ഒരു പെട്രോൾ ഓപ്ഷനും അതുപോലെ തന്നെ ഉള്ള ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ്. രണ്ടും വളരെ മികച്ച എഞ്ചിൻ ഓപ്ഷനുകൾ തന്നെയാണ്. പെട്രോൾ എഞ്ചിൻ അങ്ങനെയാണ് ഏകദേശം ഒരു 12 to 15 വരെ മൈലേജും അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഏകദേശം 20+ മൈലേജ് നിങ്ങൾക്ക് ഇതിന് കിട്ടും. ഒരു 2014, 15, 16 വേരിയന്റുകൾ വരെ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം റേഞ്ചിൽ സ്വന്തമാക്കാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി ഈ ഒരു റേഞ്ചിൽ കുറച്ചും കൂടി മോഡൽ കൂടിയ ഒരു വാഹനം വേണം, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഫാമിലി കംഫർട്ടുള്ള ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇഗ്നിസ് എന്ന് പറയുന്നത്. ഒരു 1.2 ലിറ്റർ പെട്രോൾ ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ആ എഞ്ചിൻ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു വാഹനം എന്ന് വേണമെങ്കിൽ ഇഗ്നിസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇഗ്നിസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു 2018, 19 വേരിയന്റുകൾ നിങ്ങൾക്ക് ഒരു 5 ലക്ഷത്തിന്റെ ഉള്ളിൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ റിലയബിലിറ്റിയും സർവീസും മെയിൻ്റനൻസും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു 5 ലക്ഷം റേഞ്ചിൽ ഒരുപാടധികം ഓപ്ഷനുകൾ വരുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ.